തുടക്കം ഗംഭീരമാക്കി ഒട്ടുക്ക പമ്പൻ പരാജയം ഏറ്റവും പല പ്രമുഖരുത ബിഗ് ബോസ് വോട്ടിംഗ് തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. 9 മത്സരാർത്ഥികൾ ഈ ആഴ്ച വോട്ടിംഗ് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ആദ്യ സമയങ്ങളിൽ കാണാൻ സാധിച്ചെങ്കിലും ഇപ്പോഴത്തെ ബുധനാഴ്ച രാത്രി എടുക്കുമ്പോൾ വോട്ടിംഗ് മൊത്തത്തിൽ മാറി പറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പ്രമുഖരെല്ലാം തകർന്നടിയുമ്പോൾ പല അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റങ്ങളും പലരും നടത്തി. 1 മണിക്കൂറിലെ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാഴ്ചത്തെ ബുധനാഴ്ച രാത്രി 6:40 വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ 1 മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 1ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഷാനവാസ് തുടരുകയാണ്. ആ ഒരു സ്ഥാനം പുള്ളി ആർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിയുടെ സൗണ്ടൊക്കെ ഇച്ചിരി പതറിയ സൗണ്ട് ആണെങ്കിലും ബിഗ് ബോസിനകത്ത് മുഴങ്ങി കേൾക്കാൻ പുള്ളിയുടെ സൗണ്ട് മാത്രമേ ഉള്ളപ്പോൾ 2ാം സ്ഥാനത്ത് അനുമോളും കുതിക്കുകയാണ്. അനുമോൾക്ക് കിതപ്പില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെ അനുമോളുടെ സൗണ്ട് ബിഗ് ബോസിൽ അലൈരികളായിട്ട് മാറുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളും കരച്ചിലും ഒക്കെ ആയിട്ട് ബിഗ് ബോസിൽ ആക്റ്റീവായിട്ടുള്ള അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് സ്വന്തമാക്കാൻ സാധിക്കും. 3ാം സ്ഥാനത്ത് 1 മണിക്കൂർ ഞെട്ടിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പാനിയാണ് കേട്ടോ. കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് അപ്പാനിയുടെ സൗണ്ട് ബിഗ് ബോസിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിൽ മുഴങ്ങിയപ്പോൾ വോട്ടും വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തെത്തിയപ്പോൾ 4ാം സ്ഥാനത്ത് കാണാൻ സാധിക്കും റന കുട്ടീനെയാണ്. റന ഫാത്തിമ എങ്ങനെയോ നല്ല രീതിയിൽ വോട്ടൊക്കെ സ്വന്തമാക്കി നല്ല മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. 5ാം പൊസിഷനിൽ നമ്മുടെ അക്ബറിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അക്ബർ നല്ല രീതിയിൽ വോട്ടൊക്കെ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് അക്ബറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6ാം സ്ഥാനത്ത് ആരെ നോക്കുകയാണെങ്കിൽ അത് ഒനിയലിനെയാണ്. ഒനിയൽ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ച നേരിട്ട ഒനിയൽ ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തുമ്പോൾ 7ാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക ശൈത്യനാണ്. ശൈത്യ ആദ്യ മണിക്കൂറുകളൊക്കെ തകർച്ച വന്ന് പിന്നീട് വീണ്ടും കരകയറി വീണ്ടും ഇത് ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുന്ന കാഴ്ച കാണുകയാണ്. 7ാം പൊസിഷനിൽ നിൽക്കുമ്പോൾ 8ാം സ്ഥാനത്ത് 1 മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരിക ചേച്ചിനെയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരിയ മുന്നേറ്റം കാഴ്ചവെച്ച് സരിക ചേച്ചി വീണ്ടും ഇത് തകർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ 9ാം പൊസിഷനിലോട്ട് വീണ്ടും ഇത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന സരികനെയാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ സരികയുടെ വോട്ടിംഗ് തകർച്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് എപ്പോൾ മാറുമോ എന്തോന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നല്ലൊരു ആങ്കറായിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ ചേച്ചിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാം. നിർണായകമായിട്ട് വരുന്ന 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.